ത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിവിധ രാജ്യങ്ങളിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും അഭിഷിക്തമാരെയും പിതാക്കന്മാരെയും മാതാക്കന്മാരെയും ക്രിസ്തേശുവിന്റെ തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം അല്പനിമിഷം ആമേൻ ധ്യാനിപ്പാൻ യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 7 പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. 7 പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ പ്രഭാതവേളയിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, യെരിഹോവിൻ്റെ മതിൽക്കെട്ടുകളെ തകർക്കുവാൻ യോശുവയെ ദൈവം തെരഞ്ഞെടുത്ത് യോശുവ പെട്ടകം ചുമന്ന് ദൈവസന്നിധിയിൽ കാഹളമൂതുമ്പോൾ നോക്കിക്കേ, ഒരു ദിവസം പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ജനമൊക്കെയും പട്ടണത്തെ ചുറ്റി. 2-ാം ദിവസവും പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റി. എന്നാൽ സ്തോത്രം, 7-ാം പ്രാവശ്യം ചുറ്റി. അപ്പോഴാണ് യോശുവ വിളിച്ചു പറയുന്നത്, 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവീൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആർപ്പിടുവീൻ. ഇന്ന് പ്രഭാതത്തിൽ ആർപ്പോടെ ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിലായിരിക്കുമെങ്കിൽ, ഈ 12-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ചില കോട്ടകൾ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴുകയാണ്. സ്തോത്രം. അത് എത്ര ഉയരമുള്ള കോട്ടയാണെങ്കിലും, എത്ര ശക്തിയുള്ള കോട്ടയാണെങ്കിലും, നിന്റെ കയ്യിൽ പെട്ടകമുണ്ടെങ്കിൽ, ശബനവരകതുനി വൈകിടകരകതന, എത്ര ഉയരമുള്ള, എത്ര ശക്തിയുള്ള കോട്ടയാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ മുൻപിൽ ഈ കോട്ട ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു വീഴുകയാണ്. യെസ്, നിന്റെ പ്രാർത്ഥന ദേശത്തിലെ കോട്ടകളെ തകർക്കാൻ പോയ ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ശത്രു കെട്ടിയടച്ചു വച്ചിരിക്കുന്ന ചില നന്മകളെ ഇന്ന് പകൽക്കാലം റിലീസ് ചെയ്ത് പുറത്തെടുക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുന്നു. ഈ ആണ്ടിന്റെ പ്രാരംഭ മാസത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, 7-ാം പ്രാവശ്യം ചുറ്റി, 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞതാണ്, ആർപ്പിടുവീൻ, ആരാധന ഉയരട്ടെ. 2026 ആരാധന ഉയരട്ടെ. ആലയങ്ങളിൽ ആരാധന ഉയരട്ടെ. ഭവനങ്ങളിൽ ആരാധന ഉയരട്ടെ. ആമേൻ. വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധന ഉയരട്ടെ. സങ്കീർത്തനങ്ങളും സ്തുതികളും, ആമേൻ, പ്രവചനങ്ങളും വെളിപ്പാടുകളും ദർശനങ്ങളും ഉയരട്ടെ. ആമേൻ. ശത്രു നിന്റെ മുമ്പിൽ കെട്ടി ഉയർത്തിയ കോട്ടകളെ തകർക്കാൻ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കൈകളെ ഉയർത്തി 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയുമോ?
ആ മതിൽ കെട്ടുകളെ ഇന്ന് പകൽക്കാലം പൊളിക്കുക. നീ നോക്കി നിൽക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ ചില ബന്ധനങ്ങൾ പൊട്ടിമാറുന്ന പ്രഭാതമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഒരു ദിവസം ഉപവസിച്ചു, 2 ദിവസം ഉപവസിച്ചു, 3-ാം ദിവസം ഉപവാസം ഇരുന്നു. ആമേൻ. എന്നാൽ ഇവിടെ 7ാമത്തെ പ്രാവശ്യം മതിൽ ചുറ്റുകയാണ്. ശമനപരകതുനി വൈഡകരകഥന. ആമേൻ. 7ാമത്തെ പ്രാവശ്യം പട്ടണത്തെ ഒന്ന് ചുറ്റുകയാണ്. ഈ പട്ടണത്തിനകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആ പട്ടണത്തെ ആമേൻ അധികാരം പറയുന്ന ചില അധികാരത്തിൻ്റെ ആമേൻ ചീട്ടുകളെ ദൈവാത്മാവ് ചുട്ടുകളയാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം സ്തോത്രം ആ പട്ടണത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് വഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം ചില പട്ടണത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്, ഏറ്റവും അത്യാവശ്യമാണ്. ആമേൻ. ആർപ്പിടാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് പകലിൽ പെട്ടകം ആരെടുത്തിട്ടുണ്ടോ, പെട്ടകം ആരെടുത്തുണ്ടോ അവരിന്ന് പകൽക്കാലം അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ്. അഭിഷേകത്തിന് നിങ്ങളുടെ കയ്യിൽ പെട്ടകമുണ്ടോ? പെട്ടകത്തിനെ നിങ്ങൾ ചുമക്കുകയാണോ? ദൈവം നിങ്ങൾക്ക് വിടുതലയക്കാൻ പോകുകയാണ്. അഭിഷേകത്തെ നിങ്ങൾ പെട്ടകം ചുമക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകലിൽ ദൈവം വിടുതലയക്കാൻ പോകുകയാണ്. യെസ്. പെട്ടകത്തിനകത്ത് 3 കാര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, നിയമത്തിൻ്റെ കൽപ്പലക. ഇന്ന് പകൽക്കാലം ആ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ. ചില നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ചില വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആമേൻ, ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുകയാണ്. ആമേൻ. നോയിക്കേ, യോശുവ പെട്ടകം ചുമക്കുവാൻ തയ്യാറാകുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ 20-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യെരിഹോവിന്റെ അടിസ്ഥാനങ്ങളെ പൊളിക്കുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് കാണാൻ കഴിയും. സ്തോത്രം. അവരാർക്കുമ്പോൾ മതിലുകൾ ഇടിഞ്ഞു വീഴുകയാണ്. എന്നാൽ 22-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് 25 വരെ എത്തുമ്പോൾ പറയുന്നു, രാഹാബ് രക്ഷപ്പെട്ടത് നമുക്കവിടെ കാണാൻ ആമേൻ അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. യെരിഹോവിനെ പണിയുവാൻ പ്രൈസ് ദി ലോർഡ് ശപിക്കപ്പെടുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങിയിരിക്കുമ്പോൾ ചില ശാപങ്ങളെ അഴിച്ച് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന ഒരു പ്രഭാതമാക്കി ദൈവം തീർക്കാൻ പോകുകയാണ്. ചില ശാപങ്ങൾ ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുകയാണ്. കാഹളം ഊതാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആമേൻ. സ്തോത്രം. 7 പ്രാവശ്യം ചുറ്റി 7-ാം പ്രാവശ്യം ആമേൻ പുരോഹിതന്മാർ കാഹളം ഊതുമ്പോൾ ഹല്ലേലൂയ യോശുവ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, ആർപ്പിടുവീൻ, പട്ടണം യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശാപഗ്രസ്തമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യയെ നാം ആമേൻ അയച്ച ദൂതന്മാരെ ആമെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോട് കൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്വം അതിശക്തമായി വെളിപ്പെടുവാൻ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ,
അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രപ്പ കേൾപ്പിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.